അച്ചാർ മാത്രം മതി നമുക്ക് രുചിയോടെ ഊണ് കഴിക്കാൻ. ഒരു അച്ചാറുണ്ടെങ്കിൽ കണ്ടോ, ഇനി നാരങ്ങ തോടൊന്നും കളയണ്ട. ഈ അച്ചാർ കഴിച്ചാൽ നമുക്ക് നാരങ്ങ തോടൊന്നും കളയാനേ തോന്നത്തില്ല. ചാറോടുകൂടിയ ഒരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നാരങ്ങയുടെ ജ്യൂസെല്ലാം മാറ്റിയിട്ട് നമ്മൾ പിഴിയാനൊക്കെ എടുക്കില്ലേ, ഇപ്പോൾ ഈ ചൂട് സമയത്ത് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കും. ഇവിടെ നാരങ്ങയുടെ തൊലി മാത്രം കൊണ്ടുള്ള അടിപൊളി അച്ചാറാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയല്ല, നാരങ്ങയുടെ ജ്യൂസ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയില്ല. ഇത് ഇഞ്ചി, ഇനി ഇത് യൂട്യൂബിൽ ഇടുന്നതാണിത്. 2 ദിവസം ആയുള്ളൂ. പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കുമ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇഞ്ചി നാരങ്ങയുടെ ജ്യൂസിലിട്ട് വെച്ചിരിക്കുന്നതാണ്, വിനീഗറും ചേർത്ത്. അത് ഞാനിയും പൂർത്തിയായിട്ടില്ല, ഇനിയും ഉണ്ട്. അതുകൊണ്ട് ഇനി കാണിക്കാനുണ്ട്. അത് ഞാൻ ഇടുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ഇത് 5 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ചെറുതായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പകുതി എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ കുരുവൊക്കെ മാറ്റണം, കുരുവൊന്നും പാടില്ല. എല്ലാം ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് അരിയാൻ പറ്റും. കണ്ടോ, ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ കല്ലുപ്പ്, കല്ലുപ്പാണ് കൊടുക്കാം. എന്നിട്ട് ഈ നാരങ്ങ നമുക്ക് തട്ടിക്കൊടുക്കാം. ഈ നാരങ്ങ ഇതേ രീതിയിൽ നാരങ്ങ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വയ്ക്കുക. വെള്ളം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം വയ്ക്കാൻ. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇത് അടച്ചു വയ്ക്കുക. ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. മാറ്റിയിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുക്കാം. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിടാം. നമുക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം, ഒരു 2 എണ്ണം. കടുകൊക്കെ പൊട്ടുമ്പോൾ പച്ചമുളക് 3 എണ്ണം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഉപ്പ് കുറവഞ്ഞ് ഉപ്പിട്ട് കൊടുക്കണം. എണ്ണയിലൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇപ്പം തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരു 1/2 ഗ്ലാസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഉപ്പൊക്കെ കണക്കാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കണക്കാണെന്ന് നോക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിൽ ഉപ്പ് കണക്കാണ്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അതിനനുസരിച്ച് വെള്ളം വയ്ക്കുക. നമക്ക വെള്ളം വെച്ച് നല്ല ഉണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് അച്ചാർ. നല്ല ചാറോടുകൂടി അച്ചാറാണ്. മുളകൊക്കെ ഇട്ടത് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, മുളകിൻ്റെ കളറൊക്കെ. ഇത് വച്ചിരുന്ന ഇനി തന്നെ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. 3 ദിവസം കഴിയുമ്പോൾ എടുത്ത് കഴിച്ചു പോകുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കണമെങ്കിൽ വിനാഗിരി ചേർക്കണ്ട. വെളിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ വിനാഗിരി ചേർക്കുക. 3 ദിവസം കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വെളിയിൽ തന്നെ വെച്ച് കഴിക്കണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാവുന്നതാണ്. കണ്ടോ, നല്ല ചാറ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഇനി നിങ്ങൾ നാരങ്ങയൊക്കെ ജ്യൂസ് എടുത്തിട്ട് നാരങ്ങയുടെ ചാറ് തൊലി എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും കണ്ടോ, തൊലി ജ്യൂസ് എടുത്തതേ പറയത്തില്ല, അത്രയ്ക്ക് നല്ല അച്ചാറാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ഇതുപോലെ നിങ്ങൾ ഉടനെ തന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് ഇതുപോലെ കളയാതെ, തോടിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് തോട് കളയരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാക്കട്ടെ. ബൈ. കണ്ടോ, ചാറോടുകൂടിയ നല്ല അച്ചാറാണ്.